സലീം കുമാറും ദിലീപ് എന്ന നടനും കൂടിയിട്ട് ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ആണ് എനിക്ക് ഈ വീഡിയോയിൽ ചെയ്യുന്നതിന് മുമ്പ് ഓർമ്മ വരുന്നത്. അപ്പോൾ കഞ്ചാവ് വലിച്ചിട്ട് ദിലീപ് ഇംഗ്ലീഷ് പറയാം, ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ് കുട്ടീസ് എന്നൊക്കെ പറയണം. അപ്പോൾ സലീം കുമാർ ഇത് നോക്കിയിട്ട് പറയണം, സ്കൂളിൽ പോയ നേരം 4 കഞ്ചാവ് വലിച്ചെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറയായിരുന്നു, ഇംഗ്ലീഷ് ചറപറ എന്ന് പറയായിരുന്നു എന്ന് സലീം കുമാർ പറയുന്നൊരു രംഗം. അതിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതിനെ അനുവർത്തിക്കുന്ന രീതിയിലാണ് ഇന്ന് അൽ ഷര തീവ്രവാദി ഐസിസ് അൽ ഖ്വയ്ദയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുറേ നാൾ ഇറാഖിൽ കൊടുന്ന് നടന്നു, പിന്നെ സിറിയയിൽ വന്ന് ഐസിസിന് വേണ്ടി കുറേ യുദ്ധങ്ങൾ നടത്തി. അങ്ങനെ അവൻ അമേരിക്കയുടെ ജയിലുമായി. ഇത് അവിടെ നിന്ന് അവൻ പുറത്ത് ചാടിയിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവന് അമേരിക്കൻ സർക്കാർ $10 മില്യൺ തലയ്ക്ക് വിലയിട്ടിരുന്നത്, അവനെ കൊല്ലുന്നതിനോ കണ്ടുപിടിക്കുന്നതിനൊക്കെ ആയിട്ട്. അവൻ പിന്നീട് ബുദ്ധിപരമായിട്ട് അവൻ്റെ എപ്പോഴും ഈ സൂട്ടും കോട്ടൊക്കെ ഇടുക അവൻ. പക്ഷെ അത് കണ്ടറിയാം, അവനിതിട്ട് പരിചയമില്ല, സാധനം ഇട്ട് പരിചയമില്ല എന്നുള്ളത് കണ്ടറിയാം. പക്ഷെ അവൻ്റെ അത്ര ബുദ്ധിമാൻ. അവനെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ ഈ അമേരിക്കൻ ആർമിയിൽ യൂണിഫോമും കുന്തം കുടച്ചക്കറൊക്കെ ആയിട്ട് നടന്നിരുന്നു. ആ നേരം ഇവനെപ്പോലെ ഒരു തീവ്രവാദിയായിരുന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവ് അവൻ, സിറിയയുടെ രാജാവ് ബാഷർ അൽ അസദ് പോയി കഴിഞ്ഞപ്പോൾ ഇവൻ കുറേ നാൾ സിറിയയുടെ വടക്ക് ഭാഗത്തും ടർക്കിയുടെ കൂടെയും അമേരിക്കയുടെ കൂടെയൊക്കെ കൂടി യുദ്ധം ചെയ്ത് നടക്കായിരുന്നു. കൂടെ എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല, അമേരിക്കയ്ക്ക് നേരിട്ട് ഇവൻ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യണവൻ തന്നെ ഇവൻ. പക്ഷേ ഇന്ന് അവനെ ജർമ്മനിയും ഫ്രാൻസിലെ നേതാക്കന്മാരൊക്കെ വന്നിട്ടാണ് ഇവന് ഷെയ്ക്കിൻ്റെ കൊടുക്കണേ. ഇവൻ തനി തീവ്രവാദിയായിരുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആലോചിക്കുന്നത്, വെറുതെ ഇത്ര നേരം ഇവരുടെ ബൂട്ട് ക്യാമ്പും ട്രെയിനിങ്ങും ഒക്കെ പോലീസുകാരനായിട്ടൊക്കെ പണിയെടുക്കുന്ന ഒരു തീവ്രവാദിയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം ഭരിക്കാൻ തന്നെ അമേരിക്ക. അതാണ് ഇന്ന് കാണുന്നത്. ഇന്ന് ഇവൻ ഇവിടെ വന്നിരിക്കുക. എവിടെ? വൈറ്റ് ഹൗസിൽ നമ്മുടെ ട്രംപ് അവന് വലിയ സദ്യ കൊടുക്കണേ. കഴിക്കടാ മോനെ, നീ ഇത്തിരിയും കൂടി കലക്കിയെടുക്കട്ടെ എന്ന്, ഇത്തിരി ജ്യൂസ് കലക്കിയെടുക്കട്ടെ എന്ന് മറ്റേ ജഗതിയോട് മറ്റേ സിനിമയിൽ ചോദിക്കണതാണ്, ഇത്തിരി കൂടി കലക്കിയെടുക്കട്ടെ എന്നും പറഞ്ഞാൽ ട്രംപ് അവന് കൊടുക്കണേ. തീവ്രവാദിയായിരുന്നു. അപ്പോൾ എവിടെ എത്തി നിൽക്കണ ലോകമെന്ന് നമ്മൾ ചിന്തിക്കണം. വേറൊരു കാര്യമുള്ളത്, ഇവനവിടെ കൊണ്ടി ഇരുത്തി ഇപ്പം എല്ലാം തേച്ച് മാച്ച് സിറിയ. ഇപ്പം നമുക്കറിയാം, ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പയ്യങ്ങട് മാന്തിയെടുത്തു. വലിയൊരു പ്രദേശം അത് അവർക്ക് ഇങ്ങനെ അവരുടെ വിശ്വാസപരമായിട്ട് ജൂതന്മാരുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗോലാൻ കുന്നുകളിൽ അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ടോറയിലൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളായിട്ട് അത് വിശുദ്ധ നാടിൻ്റെ ഭാഗമായിട്ട് ഗോലാൻ കുന്നുങ്ങട് എടുത്തു. ഇടയ്ക്കിടയ്ക്ക് സിറിയയിൽ പോയി പൊട്ടിക്കുകയും ചെയ്യും. കാരണം അവിടെ ഒന്നും വളർന്നു വരാണ്ടിരിക്കാനായിട്ട് ഇസ്രായേൽ. ടർക്കിയിൽ നിന്ന് എർഡോഗാൻ ഒരു വടക്ക് ഭാഗത്ത് ഇത്തിരി മാന്തിയെടുത്തു. ഇപ്പം അവിടെ അമേരിക്ക ഒരു വലിയ മിലിറ്ററി ബേസ് തുടങ്ങാൻ പോവുക സിറിയയിൽ. 1 മിലിറ്ററി ബേസും സന്നാഹവും. അതായത് അവിടെ നിന്ന് ആരെ വേണമെങ്കിലും അടിക്കാവുന്ന രീതിയിൽ. ഇത്ര നാൾ അവിടെ റഷ്യൻ പട്ടാളം ബാഷർ അൽ അസദും കൊള്ളയും നടന്നതാണ്. പക്ഷെ അവിടെ അത് ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ അണ്ടറിലായിരിക്കുകയാണ്. അതിൻ്റെ തലപ്പത്ത് ഇരുത്തിയേക്കുന്നത് അൽ ഷര. മുമ്പ് അവൻ ജൊലാനി എന്നൊക്കെ പേരൊക്കെ ആയിട്ട് നടന്നിരുന്നു. ഇവനാണെങ്കിൽ ഇവനെ ഇപ്പം തന്നെ കണ്ടറിയാം, ഇവനിപ്പോൾ ആദ്യമായിട്ട് സൂട്ടും കോട്ട് ഇറങ്ങുന്നതൊക്കെ ഇവനെ കണ്ടാൽ തന്നെ അറിയാം. എന്നാലും അവൻ സൂട്ടും കോട്ടും കിട്ട് അവൻ വന്ന് ഇന്നത് രാജകീയ. കഴിഞ്ഞവണ ട്രംപ് മെയിലാന്ന് തോന്നുന്നു റിയാദിൽ ചെന്നപ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരുന്നു. MBSൻ്റെയൊക്കെ പ്രീതി പിടിച്ചു പറ്റി, എല്ലാവരെയും പ്രീതി പിടിച്ചു പറ്റി. ഇവൻ്റെ ആഗ്രഹം സിറിയ എന്ന രാജ്യം ഇവനെ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ടിരുത്താനും യൂറോപ്യൻ യൂണിയനൊക്കെ അവനവിടെ കൊണ്ടിരുത്തി ആളായിട്ടിരുന്നോളും, ഇവർ പറയുന്നത് കേട്ട് അവിടെ ഇരുന്നോളും എന്ന രീതിയിലും അവിടെ ഒരു ബേസ് ആയിട്ട് കൊടുത്തു. അവിടെ ഒരു ബേസ് ഇടുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള ഓപ്പറേഷൻസും സുഗമമായി. അവിടെ ഒരു 19 ബേസ് ഈ മിഡിൽ ഈസ്റ്റിലുണ്ട്. അവിടെ ഒരു ബേസും കൂടി സിറിയയിൽ വലിയൊരു ബേസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രംപ്. ഒപ്പം തന്നെ ട്രംപിന് അവിടെ വേറെ മോഹങ്ങളുണ്ട്. ഗാസയിലുള്ളൊരു ചെറിയ റിസോർട്ട് എന്തെങ്കിലുമൊക്കെ ട്രംപിൻ്റെ കച്ചവടം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു തീവ്രവാദിയാണ് ഇപ്പം ഇന്ന് എല്ലാവരും അംഗീകാരത്തോടു കൂടി അവൻ ഭരണത്തിൽ വന്നേക്കാം. നാളെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു പ്രഹസനം വേണമെങ്കിൽ അവിടെ കാണിച്ചു കൂട്ടുമായിരിക്കാം. പക്ഷേ ഇങ്ങനെയാണ് ലോകത്തിൻ്റെ സ്ഥിതി, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, സ്കൂളിൽ പോയവരും ഇതൊക്കെ ആലോചിക്കുക. ഒരു പക്ഷേ നിങ്ങൾ അതിൻ്റെ നേരെ എതിരെയുള്ള കഞ്ചാവ് വലിച്ചേർന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലും വലിയ സ്മാർട്ടായേനെ. അതല്ലെങ്കിൽ ഒരു തീവ്രവാദി ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണം തന്നെ കിട്ടിയേനെ. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി.